ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഓഫ് കോഴ്സ് നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് വേണം കാണാൻ. ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി നിരാശപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും ഈ കേരളത്തിൽ ഈ തൃശ്ശൂരിൽ എത്ര പേര് ഈ സിനിമയ്ക്ക് വെയിറ്റിംഗ് ആണെന്നുള്ളത്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മെയ് 15 അതായത് ഇന്ന് റിലീസായിട്ടുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ കണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു ഫസ്റ്റ് ഷോ തന്നെയാണ്. കാരണം കേരളത്തിൽ ഈ സിനിമ റിലീസാവുന്ന ഇന്ന് രാവിലെ വല്ല 9:30-ക്കോ 10:30-ക്കോ ഉള്ള ഷോ ആണെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടത് ഇന്നലെ രാത്രി 11:59, അതായത് ലിറ്ററലി 12 മണിക്കാണ് ഈ ഷോ കണ്ടത്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഷോ. ഞാൻ ഈ ഷോ കണ്ടത് ശിവദം സിനിമാസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്നാണ്, തൃശ്ശൂരിലെ ശിവദം സിനിമാസ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ, തിയേറ്റർ എന്ന് പറയുന്ന ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള നല്ലൊരു തിയേറ്ററാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീലാണ് ആ തിയേറ്ററിൽ കിട്ടുന്നത്. പിന്നെ ആ തിയേറ്ററിൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ബീം ലേസർ പ്രൊജക്ഷനുള്ള 3D പ്രൊജക്ഷനുള്ള തിയേറ്ററാണ്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് ഉണ്ട്. സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. കാരണം അതിൻ്റെ ഒരു ബേസ് ആവട്ടെ, അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ആവട്ടെ, അതിൻ്റെ ഒരു ചാനൽ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ കാര്യങ്ങളാവട്ടെ എല്ലാം അടിപൊളിയാണ്. കാരണം എല്ലാ സൗണ്ടിൻ്റെ ഈച്ച് നോട്ടും നല്ല വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂർ ജോസ് രാഗം ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലായിടത്തെയും നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഇവിടെ തോന്നിയത്. കാരണം ഇവിടെ സൗണ്ടൊക്കെ നല്ല വോക്കൽ എല്ലാ സെപ്പറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ. നല്ല പ്രൊജക്ഷൻ ട്രിപ്പിൾ ബീം ലേസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ രാഗത്തിലും ഈ ജോസിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ആയിട്ടുള്ള ഈ പറയുന്ന ട്രിപ്പിൾ ബീം പ്രൊജക്ഷൻ ആണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. ഇവിടുത്തെ ഡിസ്പ്ലേ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടി ക്രിസ്പാണ് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് തിയേറ്ററിനെ പറ്റി പറയാനുള്ളത്. തിയേറ്ററിൽ എനിക്ക് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഓഫ് കോഴ്സ് നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് വേണം കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ തിയേറ്റർ ചൂസ് ചെയ്തത്. പിന്നെ ഈ പറയുന്ന പോലത്തെ സ്പെഷ്യൽ ഷോ, അതായത് രാത്രി 12 മണിക്കുള്ള സ്പെഷ്യൽ ഷോ ഇവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന പോലെ രാവിലെ 9:30-ക്കും 10 മണിക്കേ ഉണ്ടാവുള്ളൂ. സോ വിച്ച് മീൻസ് ഞാൻ പടം കണ്ട് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 2 മണിയായി. ഇപ്പോൾ ദേ വീട്ടിലെത്തി ഞാൻ നിങ്ങളോട് റിവ്യൂ പറയുമ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് 3:50 എൻ്റെ വാച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മൂവിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 50 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയാണ്. ഈ സിനിമ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ സീരീസ് കണ്ടാൽ മനസ്സിലാവും. 2000 തുടങ്ങിയിട്ടുള്ളതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സിനിമ സീരീസ്. 2000 തുടങ്ങി ലാസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയത് 2011-ലാണ്. 5 സീരീസ് ഉണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 ഇറങ്ങിയത് 2011-ലാണ്. അതിനുശേഷം ഈ പറയുന്ന 14 വർഷം അതിൻ്റെ ഒരു ചാനക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനുശേഷം പുതിയൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സീരീസ് വന്നത്. സോ ഈ ഒരു സിനിമ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രീവിയസ് ഫ്രാഞ്ചൈസ് സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനോട് സെയിം ആയിട്ടുള്ള ക്യാരക്ടർ വരുന്ന ഒരു സിനിമ തന്നെയാണത്. അതിൻ്റെ സെയിം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സിനിമ തന്നെയാണത്. സോ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ മുന്നത്തെ സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ ആയിട്ടുള്ള മൂവി എന്ന് വേണം അതിന് പറയാൻ. കാരണം ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള അതിൻ്റെ സീരീസിൽ അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള സെയിം എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 2011 പറയുമ്പോൾ 2024-25 ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓവറോൾ സിനിമ നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് വേണം പറയാൻ. ഈ സിനിമ തുടങ്ങുന്നത് 1960 ഒരു ഇൻസിഡൻറ്റ് കാണിച്ചിട്ടാണ്. ഒരു ലേഡി സ്വപ്നം കാണുന്ന പോലത്തെ ഇൻസിഡൻറ്റ് കാണിച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അവിടുന്ന് തൊട്ടിട്ടുള്ള ഓരോ സീക്വൻസ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മൾ കഴിഞ്ഞ സീരീസിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുണ്ട്. അതിനെക്കാട്ടും കുറച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പറഞ്ഞ സീനുകളൊക്കെ കാണിച്ചിട്ടുള്ളത്. ഞാൻ എന്താണ് അധികം പറയുന്നില്ല, അത് സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്റ്റോറി ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഓരോ സീൻ നോക്കുകയാണെങ്കിൽ ഈ സീൻ അപ്പുറത്തെ സീനായിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ ബന്ധം ഉണ്ടാവാൻ തോന്നും. കാരണം ചെറിയ ചെറിയ ടൈനി നോട്ട്സ് വെച്ച് എല്ലാം കണക്ട് ചെയ്ത് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് ഈ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഫാൻ ബേസ് ഉള്ള സീരീസാണ്. കാരണം നമുക്ക് നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ഇന്ന് രാത്രി ഈ പറയുന്ന പോലെ 12 മണിയുടെ ഷോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 95% സീറ്റ് ഓക്യുപ്പൈഡ് ആണ്. സോ നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും ഈ കേരളത്തിൽ ഈ തൃശ്ശൂരിൽ എത്ര പേര് ഈ സിനിമയ്ക്ക് വെയിറ്റിംഗ് ആണെന്നുള്ളത്. സോ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത്രയും രാത്രി 12 മണിക്ക് ഒരു ഇംഗ്ലീഷ് സിനിമ, അതൊരു ഹൊറർ സിനിമ ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ഒരു ഫാൻ ബേസ് അവിടെ ഉണ്ടായിരിക്കും എന്തായാലും. അത് തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അവരുടെ ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ള എല്ലാ സിനിമയിലും കാണുന്ന പോലെ തന്നെ ഒരു സീക്വൻഷ്യലായിട്ടെല്ലാം കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു VFX ആണ്. VFX എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഡെത്തിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ VFX കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വല്ലാതെ സ്പോയിലർ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഓരോ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കും.
അതുപോലത്തെ ഒരു ഫീലുകളാണ് ഓരോ സീനുകൾ നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2011 ലാസ്റ്റ് സീരീസ് ഇറങ്ങി, ഇപ്പോൾ 2025 VFXും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ സിനിമയിൽ ശരിക്കും കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ ഹൊറർ മൂവിയിൽ കാണുന്ന പോലത്തെ ഒരു പെട്ടെന്ന് തന്നെ പം 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 എന്നുള്ള പോലെ സൗണ്ടുകൾ കാണിച്ചാൽ അങ്ങനത്തെ ഒരു പേടിപ്പെടുന്ന സൗണ്ടല്ല. ഈവൻ ദോ നല്ല ഈ ഒരു സിനിമയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു വൈൽഡ് ആയിട്ടുള്ള സൗണ്ട്, എനിക്ക് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംതിങ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സൗണ്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഹൊറർ മൂവിയിൽ കാണുന്ന പോലത്തെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പഴയ സിനിമ നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ക്യാരക്ടേഴ്സും ഞാൻ അതിൽ കണ്ടില്ല. എല്ലാവരും പുതിയവരാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ 2011 ലാസ്റ്റ് സീരീസെങ്കിൽ ഇപ്പോൾ 2025 ഓഫ് കോഴ്സ് പഴയ ആൾക്കാരൊക്കെ പോയി പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ പുതിയ ആൾക്കാർ എങ്ങനെ ഈ സിനിമയ്ക്ക് മാച്ച് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സിങ്ക് ആയിട്ട് പോകുന്നുണ്ടെന്ന് വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അഭിനയം, ഓരോരുത്തരുടെ ആ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് എന്താ പറയുക, ഒട്ടും എന്താ ഒരു മിസ്മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ല. നല്ല നീറ്റായിട്ട് നല്ല സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും അഭിനയം, എല്ലാവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസും എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ നീറ്റായിട്ട് സിങ്ക് ആയിട്ട് പോകുന്നുണ്ട് സിനിമയായിട്ട്. ഞാൻ ആരുടെയും പേര്, സിനിമാടിമാരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരുടെയും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വായിക്കാനുണ്ടാവും. ഇതിൽ സ്റ്റോറി ലൈനിൽ ചില സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ പറയുക, ശരിക്കും വണ്ടറടിച്ചിരുന്നു. എസ്പെഷ്യലി എനിക്ക്, ഞാൻ പറയുന്നില്ല, ഒരു MRI ഹോസ്പിറ്റൽ MRI സ്കാൻ മെഷീൻ്റെ അവിടെ വെച്ചുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക, ഇൻറ്റ്യൂട്ടീവാണ്. ഭയങ്കര ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള, അങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ. പിന്നെ ഈ സിനിമയിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി നിരാശപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഷൂട്ട് ചെയ്തത് നേറ്റീവ് 3Dയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഈവൻ ദോ കേരളത്തിൽ ഒരു സ്ക്രീനിൽ പോലും ഈ പടം 3D ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആ കൂടെ 2Dയും പിന്നെ 4Dയും മാത്രമേ ഉള്ളൂ. കേരളമല്ല, ഈവൻ ഞാൻ ബാംഗ്ലൂർ നോക്കിയപ്പോഴും അവിടെയും ഈ സിനിമ 3Dയിലില്ല. 2D അല്ലെങ്കിൽ 4D ഈ ഒരു സീരീസിൽ, ഈ ഒരു ഇതിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ഒരു പടം 2Dയിലായിട്ട് പോലും നമുക്ക് പല സീനുകൾ കാണുമ്പോൾ നല്ല പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന പോലത്തെ 3D ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ, ഇൻഫാക്ട് ഞാൻ ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു 3D ആയിരിക്കും എന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായത് 3D അല്ല 2D ആണെന്ന്. പക്ഷേ 2D കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, മോശമായിട്ടോ അല്ലെങ്കിൽ എന്താ ഇത് കൊള്ളില്ലെന്നോ അങ്ങനെ തോന്നില്ല കേട്ടോ. കാരണം അത്യാവശ്യം 3D ലൈക്ക് പെർഫോമൻസ് അതിൽ കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ സ്ക്രീനിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒത്തിരി ബാക്കിലോട്ട് പോയി എടുക്കാതെ അത്യാവശ്യം ക്ലോസ് ആയിട്ട് സ്ക്രീനിനോട് അടുത്തിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു കാഴ്ചയുടെ ഇതിൽ ഫുൾ സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അല്ലാതെ ഇങ്ങനെ ബാക്കിൽ ഒത്തിരി പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷ്വലിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും കിട്ടില്ല. കാരണം പല മൊമെൻറ്റ്സും നമുക്ക് അത്യാവശ്യം പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്ന സീനുകളാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ബാക്കിലോട്ട്, സ്ക്രീനിൻ്റെ ഏറ്റവും ബാക്കിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഒരു വിഷൻ്റെ ഒരു ഫീൽ കിട്ടില്ല. കാരണം നമുക്ക് അത്യാവശ്യം ഫ്രണ്ടിൽ ഇരുന്നാലാണ് ഈ പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലത്തെ ഫീൽ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് സൗണ്ടും കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ബാക്കിൽ ഇരിക്കുന്നേക്കാളും നല്ല കുറച്ചുകൂടി മുന്നിലേക്ക് ഇരിക്കുമ്പോൾ അത്യാവശ്യം രസമുണ്ട് കേൾക്കാൻ. ഞാനിപ്പോൾ ഈ കണ്ട സിനിമ എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ എനിക്ക് തോന്നുന്നു 4ാമത്തെ റോ മറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു റോയിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് വിഷ്വലി കിട്ടിയത്. കാരണം 3D ഇല്ലാഞ്ഞിട്ട് പോലും അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു പീക്കായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഈ ഒരു സീറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും സിനിമ കാണുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സിനിമ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ സ്ട്രിക്ട്ലി 18+ സിനിമയാണ്. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന പോലെ മുന്നേ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ വന്നു, അതും സ്ട്രിക്ട്ലി 18+ ആയിരുന്നു. പക്ഷേ നമ്മൾ ഒത്തിരി കുട്ടികൾ ആ സിനിമ ഒറ്റയ്ക്ക് പോയി കണ്ടു, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോയിട്ട് കണ്ടു. പക്ഷേ ഈ ഒരു സിനിമ ഞാൻ പറയുകയാണെങ്കിൽ സ്ട്രിക്ട്ലി അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കാണാൻ പറ്റുള്ള സിനിമയല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അണ്ടർ 18 ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഡു നോട്ട് വാച്ച്. ഇഫ് യു ആർ വാച്ച് വിത്ത് പാരൻ്റൽ ഗൈഡൻസ്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു കുട്ടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പെട്ടെന്ന് ഈ സീനുകളൊക്കെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ദഹിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പാരൻസിൻ്റെ ഗൈഡൻസോട് ഇരുന്ന് കാണാം. അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു കൈ മുറുക്കി പിടിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അത് ധൈര്യമാണ്. ഇനി ഈ സിനിമ ആർക്കൊക്കെ വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിൻ്റെ പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട്. സോ അവർക്കെല്ലാവർക്കും ഈ സിനിമ വർക്കൗട്ട് ആവും. കാരണം മുന്നിറങ്ങിയ സീരീസുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സീരീസ് ഒട്ടും മോശമായിട്ടോ അല്ലെങ്കിൽ അതിനെക്കാട്ടും ഒരു പിന്നിലായിട്ടോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല സെയിം പെർഫോമൻസിന് നമുക്ക് കാണാൻ പറ്റും. ഒരുപടി മുന്നിലാണെങ്കിലേ ഉള്ളൂ. എന്തായാലും മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നീറ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല വെൽ ഓഡിറ്റഡ് ആയിട്ടുള്ള മൂവി തന്നെയാണ്. സോ ആർക്കൊക്കെ കാണാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മുന്നേ അതിൻ്റെ ഈ ഫാൻ ബേസിലുള്ള ആൾക്കാർക്കും പിന്നെ ഈ ഹൊറർ ത്രില്ലർ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ സിനിമയെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ നോക്കുകയാണെങ്കിൽ 95% പീപ്പിൾ കണ്ടത് മൊത്തം ഈ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മൂവിയുടെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനൽ എക്സ്ക്ലൂസീവായിട്ട് വരുന്നതാണ്. കാരണം ഈ പറയുന്ന പോലെ ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. സോ
അത്രയും എഫേർട്ട് ഇട്ട് ഇതുപോലെ വീഡിയോകൾ എത്തിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്രയൊക്കെയാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് അടുത്തും കാണാം. അതുവരെയും ഡേവിഡ് സൈനിങ് ഓഫ്. ബൈ.